കോൺഗ്രസ് എടുക്കാച്ചിരക്കാകുമെന്ന പരാമർശത്തിൽ പാലോട് രവിയോട് വിശദീകരണം തേടാൻ KPCC. സംഭാഷണത്തിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. യുവ നേതാക്കളും പാലോട് രവിക്കെതിരെ രംഗത്തെത്തി. ഫോൺ സംഭാഷണം വിവാദമായതോടെ പാലോട് രവി മലക്കം മറിഞ്ഞു. ഭിന്നതകൾ തീർക്കാമെന്നും നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ പാർട്ടിയെ ബാധിക്കുമെന്ന താക്കീതാണ് നൽകിയതെന്നും പാലോട് രവി വിശദീകരിച്ചു. താഴെത്തട്ടിലുള്ള കമ്മിറ്റികളിൽ എന്തെങ്കിലും സംഘടനാ ദൗർബല്യം ഉണ്ടെങ്കിൽ ആ സംഘടനാ ദൗർബല്യം തീർക്കണം. ഇത് താഴെത്തട്ടിൽ യോഗങ്ങൾ, നിരവധി യോഗങ്ങൾ, ക്യാമ്പുകൾ, പരിശീലന കളരികൾ നടത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് പ്രവർത്തകൻ വിളിച്ചാലും ഇവിടെ നിന്ന് കൊടുക്കാനുള്ള സന്ദേശം അതേ ഉള്ളൂ. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഈ പാർട്ടിയെ ബാധിക്കും, നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ തിരിച്ചുവരവിനെ ബാധിക്കും, ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന അറ്റ്മോസ്ഫിയർ ഇല്ലാതാകും. ഇതാണ് ഇവിടെ നിന്ന് കൊടുക്കുന്ന സന്ദേശം. അതാണ് എനിക്ക് തോന്നുന്ന ഈ ജില്ലയിലുള്ള ഒരു മണ്ഡലത്തിൽ നിന്നൊരു പ്രവർത്തകൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തോടും ഇത് ഇവിടുന്ന് എല്ലാവരോടും ഇതാ പറയുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാമതാകുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകുമെന്നും പ്രാദേശിക കോൺഗ്രസ് നേതാവിനോട് പറയുന്ന സംഭാഷണം വിവാദമായതിന് പിന്നാലെയാണ് വിശദീകരണം. ആ ഓഡിയോ ക്ലിപ്പ് കൂടി ഒന്ന് കേൾക്കാം. തച്ചെടുത്താലേ നമ്മൾ മൂന്നാം സ്ഥാനത്ത് പോകുള്ളെന്ന്. അവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ മൂന്നാമത് പോകും, നിയമസഭയിൽ ഉച്ചുകുത്തി നീ നോക്കിക്കോ. 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചുകുത്തി തീർച്ചയായിട്ടും കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായി. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴാണ് അത് കഴിഞ്ഞാൽ നശിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ചേരുന്നു. ഉമേഷ്, വലിയ MLA ആയിരുന്ന ഉന്നത കോൺഗ്രസ് നേതാവ് കൂടിയാണ് പാലോട് രവി. പാലോട് രവിയുടെ ഈ മോട്ടിവേഷൻ അല്പം കടുത്തുപോയി. പാർട്ടി എടുക്കാച്ചിരക്കാകുമെന്നൊക്കെ പറയുന്നത് അല്പം കടുത്ത മോട്ടിവേഷൻ കൂടിയായി. എന്തൊക്കെയാണ് വിശദീകരണം? എന്താണ് പാലോട് രവിയുടെ വിശദീകരണം? അതോടൊപ്പം തന്നെ നേതൃത്വം സ്വാഭാവികമായും ഉറപ്പായും വിശദീകരണം ചോദിച്ചു കാണും. ഇതടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹേൽ, നേതൃത്വത്തിനും സാധാരണ പ്രവർത്തകർക്ക് പോലും അതൃപ്തി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് പാലോട് രവിയുടെ ഓഡിയോ സന്ദേശം. ഈ ഓഡിയോ സന്ദേശം 3 മാസം മുൻപുള്ളതാണ്. ഈ ഓഡിയോയിൽ പറയുന്നത് കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി പോകും, വീണ്ടും LDF സർക്കാർ അധികാരത്തിൽ വരും, ഒപ്പം BJP 60 മണ്ഡലങ്ങളിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോ തുടങ്ങി കോൺഗ്രസ് പ്രവർത്തകനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുമോ അത് ആ രീതിയിൽ, അല്ലെങ്കിൽ എങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുമോ ആ രീതിയിലെല്ലാമാണ് ഈ ഓഡിയോയിൽ പറയുന്നത്. പക്ഷേ ഇപ്പോൾ പാലോട് രവി പറയുന്നത് താൻ മോട്ടിവേഷന് വേണ്ടിയും താൻ താക്കീതായിട്ടും, അതായത് പുല്ലമ്പാറ പഞ്ചായത്തിലെ പുല്ലമ്പാറ സലീം എന്ന പഞ്ചായത്ത് ഭാരവാഹിയോടെയാണ് ഈ സലീമിനോട് താൻ ഈ അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങൾ ഒഴിവാക്കണം, പ്രാദേശികമായ തർക്കങ്ങൾ ഒഴിവാക്കി ഒന്നിച്ച് പ്രവർത്തിക്കണം, ഇല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കടുത്ത തോൽവി ഉണ്ടാകുമെന്നുള്ള താക്കീതായിട്ടാണ് ഇത് പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഡിയോ സന്ദേശം ഏകദേശം 8 മിനിറ്റോളം ഉണ്ട്. 8 മിനിറ്റോളവും ഈ പറയുന്ന കാര്യങ്ങൾ, ഈ കോൺഗ്രസ് തോൽക്കാൻ പോകുന്നു, LDF 3ാം ഘട്ടവും അധികാരത്തിൽ വരാൻ പോകുന്നു തുടങ്ങി കൃത്യമായി ഒരുപക്ഷെ കോൺഗ്രസിന്റെ വിമർശകർ പറയുന്ന അതേ രീതിയിലാണ് ഒരു DCC പ്രസിഡന്റ് പറയുന്നത്. എന്തായാലും ഇതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോട് കൂടി തന്നെ അധികാരത്തിൽ തിരിച്ചെത്താനാകുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ കോൺഗ്രസ് നേതൃത്വം പ്രവർത്തിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഈ അധികാരത്തിലേക്ക് തിരിച്ചെത്താനുള്ള പ്രതീക്ഷകൾക്കെല്ലാം അതെല്ലാം വെറുതെയാണ്, അത്തരം പ്രതീക്ഷകളൊന്നും വേണ്ട എന്നൊരു DCC പ്രസിഡന്റ് തന്നെ, അതും തിരുവനന്തപുരം പോലുള്ള ജില്ലയിൽ 14 നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയാണ്. ഈ 14 നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയുടെ ഭാരവാഹിയായ ഒരാൾ പറയുകയാണ്, നിങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി തോൽക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണ്, അതും കോൺഗ്രസ് പ്രവർത്തകനോട്. എന്തായാലും ഈ വിഷയത്തിൽ വിശദീകരണം തേടാനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ കടുത്ത അതൃപ്തിയുണ്ട്. വിശദീകരണം തേടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. എന്തായാലും വിശദീകരണം ഇതേ രീതിയിലുള്ള, നേരത്തെ മാധ്യമങ്ങളോട് 24 അടക്കം പ്രതികരിച്ച അതേ രീതിയിലുള്ള വിശദീകരണം തന്നെയായിരിക്കും പാലോട് രവി പറയാൻ പോകുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെ ഉൾപാർട്ടി ചർച്ചകളിലെല്ലാം ഇതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ സംസാരിക്കാറ്, ഇത് പുറത്ത് എത്തിച്ചതിൽ ചില വിഷമമുണ്ട്, അങ്ങനെ എത്തിക്കാൻ പാടില്ലായിരുന്നു, പക്ഷേ തങ്ങൾ ഈ ഒരു താക്കീത് എന്ന നിലയിൽ പറഞ്ഞതാണ് എന്നുള്ള വിശദീകരണം തന്നെയായിരിക്കും പാർട്ടി നേതൃത്വത്തിന് കൊടുക്കാൻ പോകുന്നതും. സുഹൈൽ, എന്തായാലും നശിച്ച് പാർട്ടി ഇല്ലാതാകുമെന്ന് പറഞ്ഞാണ് ഒരു മുതിർന്ന നേതാവ് പ്രവർത്തകരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതൊരു വല്ലാത്ത മോട്ടിവേഷനാണ്. അതെന്തായാലും അണികൾക്കും നേതാക്കൾക്കും പിടിച്ചിട്ടില്ല, തൃപ്തിപ്പെട്ടിട്ടുമില്ല. എന്തായാലും വിശദീകരണം തേടും.